ഉണ്ണിക്കണ്ണനെ നന്നായി ഒരുക്കി മിടുക്കനാക്കി സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിൽ കൊണ്ടിരുത്തി അച്ഛൻ തിരുമേനി. എന്നിട്ട് പറഞ്ഞു, കണ്ണാ, കുറുമ്പ് ഒന്നും കാട്ടരുത്, നല്ല കുട്ടിയായിട്ടിരിക്കണം. ഒരുപാട് പേര് വരും എൻ്റെ ഉണ്ണിയെ കാണാൻ. അച്ഛൻ തിരുമേനിയുടെ ഉണ്ണി കുട്ടനല്ലേ, കുറുമ്പ് ഒന്നും കാട്ടാതെ ഇരുന്നാൽ പൂജയ്ക്ക് ശേഷം കൈ നിറയെ വെണ്ണ തരാം. ഓഹോ, അത് കേൾക്കണ്ട താമസം. നല്ല പാൽപുഞ്ചിരിയും തൂകി മിടുക്കനായിട്ട് പോയി അവിടെ ഇരുന്നു. കുറുമ്പൊന്നുമില്ലാതെ എല്ലാ ഭക്തരെയും നോക്കി അനുഗ്രഹാശിഷി ചൊരിഞ്ഞ് അവിടെ ഇരുന്നു. അല്പം സമയം കഴിഞ്ഞപ്പോൾ എന്താ, കുറേ കുഞ്ഞു കുട്ടികൾ അവിടെ ഓടി കളിക്കണു, മഞ്ചാടി വാരി കളിക്കണു. ഇരിക്കപ്പുറത്ത് കിട്ടണില്ല കണ്ണന്. മായാജാലക്കാരൻ എന്ത് ചെയ്തു? പതുക്കെ മയിൽപീലി എടുത്ത് ഓടക്കുഴലും എടുത്ത് സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ വെച്ചിട്ട് അച്ഛൻ തിരുമേനി കാണാതെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ടോ കുട്ടികളുടെ കൂടെ കളിയും ചിരിയും തിമൃതിയായി അവിടെ. അല്പസമയം കഴിഞ്ഞപ്പോൾ ശീവേലിക്ക് ആന ഒരുക്കി നെറ്റിപ്പട്ടമൊക്കെ കെട്ടി വന്നപ്പോഴോ ആനയുടെ തുമ്പിക്കൈമേ ഓടി കയറി. എന്നിട്ട് മുകളിലേക്ക് ചാടിയിരുന്നു. നിന്റെ കുറുമ്പ് കൊണ്ട് ഞാൻ തോറ്റു കണ്ണാ എന്ന് പറഞ്ഞ് അച്ഛൻ തിരുമേനി തൊഴുതു നിന്നു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, കണ്ണനെ കണ്ണനാക്കുന്നത് ഈ കുറുമ്പ് തന്നെയല്ലേ. കുറുമ്പില്ലാതെ കൃഷ്ണൻ കൃഷ്ണനാകുമോ? കള്ള ചിരിയും കളിയാട്ടവും തന്നെയാണ് ഭക്തർക്കുള്ള അനുഗ്രഹവും. പൊന്നു ഗുരുവായൂരപ്പ, സർവം കൃഷ്ണാർപ്പണമസ്തു.